हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപ്രിയേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിനെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരം വൈകിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. ഓടിപ്പിടിച്ച് എത്തുമ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി. ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 91 പേരുടെ അന്നദാനമുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവരും വരട്ടെ കേട്ടോ. അന്ന് ഉടനെ ആദ്യത്തേക്ക് അന്നദാനമാണെന്ന് പറയാം. പലരെയും വിളിച്ചാൽ കിട്ടൂല, അന്നദാനമാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പലരും ഫോൺ എടുക്കില്ല. എന്നിട്ട് മാതാജി ഞങ്ങളുടെ കൊടുത്തോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. വിളിച്ചാൽ ഫോൺ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ ചെക്ക് ചെയ്യണം, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ചെക്ക് ചെയ്യണം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചെക്ക് ചെയ്യണം. ഇവിടെയൊക്കെ നിങ്ങളുടെ അന്നദാനം കൊടുക്കുമ്പോൾ ഇടുന്നുണ്ട് ഞങ്ങൾ, ഇന്ന ആളുടെയാണ്. ഹരേ കൃഷ്ണ ഉണ്ണികൃഷ്ണ പ്രഭു. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറേ ആൾക്കാരൊന്നും വിളിച്ചാൽ എടുക്കില്ല. എല്ലാവരും വരട്ടെ, വന്നിട്ട് ആരുടെയൊക്കെ പേരിലാണ് ഇന്ന് അന്നദാനം കൊടുക്കണേന്ന് പറയാം കേട്ടോ. എല്ലാവരും വരട്ടെ. അയ്യോ എന്തൊരു സ്ലോ ആണ് എൻ്റെ അമ്മേ, അവാർഡ് പടം പോലെയാണല്ലോ. ഹരേ കൃഷ്ണ. എല്ലാവരും വരൂ കേട്ടോ, എല്ലാവരും പെട്ടെന്ന് വരും. വേഗം വരൂ. ഓടി വാ എന്താ അത്ര ഡിലേ? എല്ലാവരും വേഗം വന്നാലല്ലേ എനിക്ക് വായിക്കാൻ പറ്റൂ. ആരുടെയൊക്കെയാണ് അന്നദാനം എന്നുള്ളത്? എത്തിപ്പോയി എന്ന് പറഞ്ഞ് വേഗം മെസ്സേജ് ഇട്. ദൈവമേ, ലിങ്ക് വന്നില്ലേ നമ്മുടെ ഗ്രൂപ്പില്? പിന്നെ എല്ലാരും എന്താണ് വരാനൊരു താമസം? ഏമാ വന്നോ? ഇത്ര പേരായി. ഇപ്പം നെറ്റ്വർക്ക് കുറവായതുകൊണ്ട് കാണുന്നുമില്ല. കൊടുക്കാം മാതാജി, ജയന്തി മാതാജി. ഓരോരോ സെറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. വരും, ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഒരാളുടെ പോലും വിട്ടു പോവില്ല കേട്ടോ. ഞാൻ 91 എണ്ണം റൗണ്ട് ചെയ്തെടുത്തപ്പോൾ അതിൽ കിട്ടിയില്ല. അടുത്ത സെറ്റിൽ വരും. വെയിറ്റ് ചെയ്യും. എന്തായാലും കൊടുക്കാതിരിക്കില്ല കേട്ടോ. ആരാണ് പറഞ്ഞത് ഇഡ്ഡലി വട സാമ്പാർ ചമ്മന്തി എന്നൊക്കെ? ആരാ പറഞ്ഞത്? അതെങ്ങനെ പ്രീതാമ്മയ്ക്ക് മനസ്സിലായി? ശരിയാണ്, ഇഡ്ഡലി വട സാമ്പാർ 2 തരം ചട്നി ഒക്കെയാണ് ഇന്ന്. അത് രസം എന്താ, മറ്റേ ലക്ഷ്മി ആൻറ്റി സാമ്പാർ ഉണ്ടാക്കി. ഞങ്ങളൊരു എന്താ പറയുക, ഒരാൾക്ക് 5 ഇഡ്ഡലി വെച്ചിട്ട് 91 പേർക്ക് കൂട്ടി നോക്കിക്ക് ഇഡ്ഡലി ഉണ്ടാക്കി. വട വരുത്തിച്ചു കടയിൽ നിന്ന്. അത് കഴിഞ്ഞ് വട മതിയാവാതായപ്പോഴേക്കും പിന്നെയും വട വരുത്തിച്ചു. ചട്നി അപ്പുറത്ത് മഹേശ്വരി ചേച്ചി അരച്ചു. ഇവിടെ നാളികേരം ചിരങ്ങുന്ന ഒരു കല്യാണ വീടിൻ്റെ പ്രതീതിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ പാക്കിങ് വേറെ. പാക്കിങ്ങിന് സാമ്പാറൊക്കെ ചൂട് സാമ്പാറല്ലേ, കൈയൊക്കെ പൊള്ളിയൊരു വഴിയാണ്. ഞാൻ രാവിലെ ക്ലാസ് എടുക്കുമ്പോൾ തൊട്ട പൊട്ടാണ്. ഇതുവരെ ആ ചന്ദനം പോലും വായിച്ചിട്ടില്ല. മുഖം പോലും കഴുകാനുള്ള സമയം കിട്ടിയില്ല. കൈ കിട്ടിയൊരു ടോപ്പും കൈ കിട്ടിയൊരു പാൻറ്റും എടുത്തിട്ട് ഓടി ഇറങ്ങിയതാണ് ഫുഡും കൊണ്ട്. ഒരു രക്ഷയില്ല. എന്താ ചെയ്യാ, മഞ്ജരീസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം പറക്കും മഞ്ജരീസിൻ്റെ കാര്യങ്ങൾ. പാത്രം അങ്ങോട്ടിടുന്നു, സ്റ്റവ് ഓണാക്കുന്നു, ചൂടുള്ളത് അങ്ങനെ കൈയോട് പിടിക്കുന്നു. ഒരു രക്ഷയില്ല. രമ്മി അടിപൊളി മുള്ളങ്കി സാമ്പാർ, ഭയങ്കര ടേസ്റ്റ്. ലക്ഷ്മി ആൻറ്റിയാണ് സാമ്പാർ സ്പെഷ്യൽ. വരൂ. പാക്കിങ്ങും മാറ്റും ഇതും. പിന്നെ ആ ഒരു യുദ്ധം കഴിഞ്ഞ് എണീക്കും. ഇഡലി സാമ്പാർ. അത് ശരി. ജയന്തി മാതാജി പറയണ്ടേ കാലത്ത് പറഞ്ഞിരുന്നു എന്നൊന്നും. അതെ, നല്ല പൂ പോലെയുള്ള ഇഡലി. പക്ഷെ നമുക്കില്ല. കറക്റ്റ്
91 പേർക്കുള്ള പാക്കിങ്ങിൽ ഇഡ്ഡലി കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള സാമ്പാർ, അതിനനുസരിച്ച് വട, 2 തരം ചട്നി എല്ലാം പാക്ക് ചെയ്ത് പക്ക പെർഫെക്റ്റ്. ഇനി നാളെ ഇല്ല, മറ്റന്നാളത്തേക്ക് ഇനി നാളെ മാവ് അരയ്ക്കണം. മാവ് അരയ്ക്കലും മാവ് ഇങ്ങനെ ഉപ്പിട്ട് പുളിക്കാൻ വെക്കലും എല്ലാം ഒരു ചടങ്ങാണ്, കല്യാണ രീതിയാണ്. സത്യം ഒന്നും ആലോചിക്കാൻ നേരമില്ല ദൈവമേ. അതിൻ്റെ ഇടയ്ക്ക് ബിന്ദുമ്മയോട് രാവിലെ ബിന്ദുമ്മ ഒന്ന് ചോറിന് അരി ഇടുകയെന്ന് പറഞ്ഞു. ഇതിലും ഭേദം കഞ്ഞി കുടിച്ചാൽ മതിയായിരുന്നു. പായസം പോലെ ആക്കി കളഞ്ഞ് ചോറെല്ലാം കൂടെ. പിന്നെ കഴിക്കാൻ നിന്നില്ല, നേരമില്ല. അപ്പം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് ചോറ് എടുത്തുകൊണ്ട് വന്നു. അത് വെച്ച് വേഗം ചോറ് കറി, തക്കാളിക്കറിയും പുളിയോദരം കറിയും പിന്നെ ചമ്മന്തിയും പ്രിയ ചേച്ചി തന്ന മുരിങ്ങക്കുളമ്പ് അതെല്ലാം നല്ല സൂപ്പറായിരുന്നു. പക്ഷെ ചോറ് പറവറയാനായിപ്പോയി. ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും ചിന്തിച്ചില്ല. അവിടെ അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങിയ പണിയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. 3 അടുപ്പിലായിട്ട് എന്താ പറയുക, 3 പാത്രത്തിലായിട്ട് അങ്ങോട്ട് വെച്ച് ഉണ്ടാക്കി 2-4 മണിക്കൂറായി. 3-3:15 നമ്മൾ തുടങ്ങിയതല്ലേ. കയ്യിലും മേലും ഒക്കെ മാവാണ്. പോയിട്ട് വേണം കുളിക്കാൻ. നിങ്ങൾ പക്ഷെ എന്നെ ഇവിടം വരെയല്ലേ കാണുന്നുള്ളൂ. ഫേഷ്യലാണ്, ദോശമാവ് ഫേഷ്യൽ. അതെ, അല്ല ഇഡ്ഡലി മാവ് ഞങ്ങൾ അരയ്ക്കുക ചെയ്യാം. ഞങ്ങൾ അരച്ചെടുക്കും, ഉഴുന്നും ഇതൊക്കെ ഇട്ടിട്ട്, ചോറ് വയ്ക്കുന്ന അരിയും പച്ചരി എല്ലാം കൂടി ഇട്ടിട്ട് അരയ്ക്കും. പുളിയോദരം എന്ന് പറയുന്നത് കപ്പലണ്ടി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറി, പുളി ഒഴിച്ചിട്ടുള്ള അത്. അപ്പ சாப்பாடு இங்கே வாங்க சாப்பாடு வாங்கிக்கோங்க. இட்லி டிஃபன் வாங்கிக்கோங்க. டிஃபன் இந்தாங்க. എക്സ്ക്യൂസ് മീ അണ്ണാ. പാവാച്ച. അപ്പോൾ 1 കഴിഞ്ഞു. ഇനി നമുക്കുണ്ട് 90 എണ്ണം. ആരൊക്കെയാണെന്നറിയോ? ശ്രീകുമാരി 13, ശിവം സായി 10, കൗസല്യ 6, സുദേവൻ 3, അഞ്ജലി പ്രകാശ് 2, മാധവി 3, ശ്രീവിദ്യ 2, കിഷോർ 12, ഹരിനന്ദന 10, ചന്ദ്രശേഖരൻ 3, തീർത്ഥലക്ഷ്മി 3, അഖില 13, ഉണ്ണികൃഷ്ണൻ ആൻഡ് ശ്രീധരൻ മലപ്പുറം 2, പ്രമീള 2, ആര്യദേവ് 5, അഖിൽ ആൻഡ് അഞ്ജലി 2. ഇത്രയാണ് ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ. ബിജു ആൻഡ് ഹരിനന്ദന. ഓക്കെ, ഇത്രയും പേരാണ്. ഇതിൽ വെച്ചോടെ ബാഗിലിട്ടു. ഇത്രയും പേരാണ് ഇന്ന്. അമ്മ கொடுக்கலாம் அவங்க இட்லி சாப்பிடுவாங்க. இல்லை இட்லி கொடுக்கலாம், நம்ம ஒன்றும் ஆகாது. காலையில் கூட சாப்பிடுவாங்க. அதுக்கு தான் நம்ம இட்லி சட்னி கொடுக்கறது. നമ്മളിപ്പോൾ വൈകിട്ട് കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്നറിയോ? 5 ഇഡ്ലിയും 2 വടയെന്നൊക്കെ പറയുന്നതേ അവർ വാങ്ങും. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്ക്കും, അവർ സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് രാവിലെയും കൂടെ അവർ കഴിക്കും. രാവിലത്തേക്കും കൂടി എടുക്കും അവർ. ആണല്ലേ? അത് ആരെങ്കിലും കൊടുത്തിരിക്കും. ആരോ ഭക്ഷണം കൊടുത്തിട്ട് അത് കൊള്ളൂലാത്ത ഭക്ഷണം തന്നതെന്ന്. അപ്പം നമ്മൾ നല്ല ചൂട് പറക്കുന്ന ഇഡ്ഡലി കൊടുത്തില്ലേ, സൂപ്പർ ഇഡ്ഡലിയും തേങ്ങാ ചട്നിയും മുളക് ചട്നിയും സാമ്പാർ 2 വട വെള്ളം വിളിച്ചില്ലേ. ആരാ ഉള്ളത് നോക്കട്ടെ കേട്ടാ. നമുക്ക് തേടി കണ്ടുപിടിച്ച് വേണം കൊടുക്കാൻ. എസ്താ സമ്പാടിക്കണ്ണൻ പ്രഭു, ഒരുപാട് നാളായി കണ്ടിട്ട്. എവിടെയായിരുന്നു? എൻ്റെ അമ്മയെ വീട്ടിൽ പോയി ശരിക്ക് കുളിക്കണം. അങ്ങനെ ഓടി തളർന്ന്
ഉണ്ട്. അദ്ദേഹം നമ്മുടെ ലൈവ് കാണുന്നതാണ്, ഹമീദ് എന്ന് പറയുന്നത്. അപ്പം ഇഡ്ലി ഇഡ്ലി ഇവിടെ എല്ലാവർക്കും ഇഡ്ഡലിയാണ് ഇഷ്ടം. രാത്രി കഴിഞ്ഞാൽ ടിഫൻ എന്ന് പറയുന്നത് ടിഫിനാണ് ഇഷ്ടം. അത് കൊടുത്താൽ അവർക്കൊരു സന്തോഷമാണ്. സത്യം പറയണമെങ്കിൽ എനിക്ക് വിശന്നിട്ട് കഴിയാം. നല്ല വിശപ്പ് എനിക്ക്. വിശക്കുണ്ടോ? ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചില്ലല്ലോ, രാവിലെയും കഴിച്ചില്ല. നമുക്ക് എന്ന് ഏകാദശിയും സത്യം. ദിവ്യ പറയണേ, എൻ്റെ കയ്യിലുള്ള എന്താ പറയുക ഭക്ഷണത്തിൻ്റെ സാമ്പാറിൻ്റെ മണടിച്ചിട്ടാന്ന് തോന്നുന്നു എനിക്ക് വയറെരിയോ. ടേസ്റ്റ് നല്ല മണം. അതെന്താ പ്രഭു ലിങ്ക് കിട്ടാത്ത? നമ്മുടെ ഫേസ്ബുക്ക് പോയിട്ടേ ഗുരുവായൂർ മഞ്ചരീസ് എന്നൊന്ന് സെലക്ട് ചെയ്തിട്ട് ഫോളോ ബട്ടൺ പ്രസ് ചെയ്യും. എന്നിട്ട് അപ്പം അത് അൺഫോളോ ആവുമല്ലോ, എന്നിട്ട് വീണ്ടും ഫോളോ ചെയ്യുക, അപ്പം കിട്ടും. ഗ്രൂപ്പിൽ അങ്ങ് ആഡ് അല്ലേ? ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. സമ്പാടിക്കണം പ്രഭു, അദ്ദേഹമൊക്കെ മഞ്ചരീസ് തുടങ്ങിയ കാലം മുതലുള്ളതാണ്. സമ്പാടി പ്രഭുവിൻ്റെ നമ്പർ എൻ്റെ പഴയ ഫോണിലാണ്. പ്രഭു എനിക്ക് മെസ്സേജ് ഇട്ടിട്ടോ, ഞാൻ ആഡ് ചെയ്യാം. സത്യം ഭയങ്കര വിശപ്പ്. പക്ഷേ ഇല്ല, നമ്മൾ പൊതിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, പാവങ്ങൾ അവർ കഴിച്ചോട്ടെ. നമ്മളൊരു 5 ഇഡ്ഡലിയും 2 വടയും വെച്ചാൽ എന്താ അറിയുക ഗുണം? അവർക്ക് നാളെ രാവിലത്തേക്കും കഴിക്കാൻ പറ്റും. അവരെല്ലാം കളയൂല, എടുത്ത് വെക്കും, രാവിലെയും കഴിക്കും. ഇപ്പം 2 എണ്ണമല്ലേ കൊടുത്ത്? ഇനി എത്ര എണ്ണം ഉണ്ട്? 89. ഇനി 89 ആൾക്കാരെ കണ്ടുപിടിക്കണം. അണ്ണാ തണ്ണി വാങ്ങിയിട്ട് പോകാനോ? ആ ഇതോ ഒരുത്തർ നടന്നു പോത് പറഞ്ഞു സ്ട്രെയിറ്റ്. ഇല്ലല്ല, ഒരു നല്ല മനുഷ്യൻ. അയാൾ നല്ല ആളായിരുന്നു. ഞാൻ ഒന്ന് ക്യാമറ തുടക്കട്ടെ കേട്ടോ. അച്ഛനേടാ ആ സാമ്പാർ അടിപൊളി സാമ്പാർ. ഈ തമിഴ്നാട് സാമ്പാർ ഉണ്ടാക്കാറില്ല. ലക്ഷ്മിൻ്റെയാണ് സാമ്പാർ സ്പെഷ്യൽ. രാവിലെ തുടങ്ങും അവിടെ പച്ചക്കറി കട്ട് ചെയ്യാൻ. എന്താണ് ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട്, നാളെ വിളിക്കണല്ലേ. വിശന്നിട്ട് ഒന്നുമില്ല വയറ്റിൽ. തിരുപ്പതി യാത്രയ്ക്ക് ആരെങ്കിലും പേര് കൊടുത്തിട്ട് തിരുപ്പതി ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആയില്ലെങ്കിൽ ദിവ്യ മാതാജിനൊക്കെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. കാരണം ഗ്രൂപ്പിൽ ആഡ് ആയവർക്കേ ടിക്കറ്റ് വരുള്ളേ. പേര് കൊടുത്തിട്ട് ആരെങ്കിലും ആഡ് ആവാത്തവരുണ്ടെങ്കിൽ ദയവായി ദിവ്യയെ കോണ്ടാക്ട് ചെയ്യട്ടോ. തിരുപ്പതി യാത്ര കഴിഞ്ഞ ഉടനെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇത് വരും, വൃന്ദാവൻ യാത്ര വരും. ഡൽഹി ചുട്ടുകൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. ഈ ചൂടത്തൊന്നും പോയിട്ട് കാര്യമില്ല. പോണവർ പോയിക്കോട്ടെ, നമ്മൾ പോണ്ട. ഡൽഹിയിലെ ചൂടൊന്നും നമുക്ക് താങ്ങാനാവില്ല. കുറേ പേര് മരിച്ചു അസഹനീയമായ ചൂട് കാരണം തലസ്ഥാനത്ത്. നമ്മൾ ഈ കാണുന്ന ചൂടൊന്നുമല്ല, ഇവിടെ ചെന്നൈയിൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം മധ്യപ്രദേശ് കഴിഞ്ഞ് ഡൽഹിയിലായി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമുക്ക് അവിടെ പോകാൻ പറ്റും. തീക്കാറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം ദിലീഷ് പ്രഭു, നോക്കാം. കുറേ മെസ്സേജുകളുണ്ട് മഞ്ചേരീസിൽ. കുറച്ച് നോക്കി വരാണ് കേട്ടോ. നോക്കിയിട്ട് റിപ്ലൈ തരാം. നെറ്റ് കോളാണോ? നെറ്റ് കോള് ഞാൻ അധികം എടുക്കാറില്ല പ്രഭു. ഒന്ന് എന്താ അറിയോ, റേഞ്ച് കറക്റ്റ് ആവില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് അങ്ങ് നാളെ വിളിച്ചോളൂ, ഒന്ന് സംസാരിക്കാം, ഞാൻ എടുക്കാം. ഹരിദ്വാർ ഋഷികേശ് അവിടേക്ക്, ബദ്രീനാഥ്, കേദാർനാഥ്, വൃന്ദാവൻ യാത്ര കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ്. ഇതൊക്കെ ടിക്കറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്യണം. വൃന്ദാവന യാത്ര ബുക്ക് ചെയ്യുന്ന പോലെ നോർത്തിലേക്കൊന്നും ട്രെയിൻ കിട്ടൂല.
പിന്നെ ഒറീസ, മായാപൂർ, അങ്ങനെ പോകും. ആൾക്കാർ വേണ്ട 89 പേരെ കാണണം. വിഷമം തുറക്കണം. 89 പേരെ കണ്ടുപിടിക്കണം എൻ്റെ മക്കളെ. ചെറിയ ടാസ്ക് അല്ല, വലിയ ടാസ്ക്കാണ്. നാളെ രാവിലെ എൻ്റെ മോനെത്തും കോഴിക്കോട് നിന്ന്. സാറ് വന്നോണ്ടിരിക്കുക. இதோ அங்கே ஒருத்தர் படுத்துட்டு இருக்காங்க. സാരല്ല ശ്രീകലാ മാതാജി, കണ്ടാ മതി കേട്ടോ. മഞ്ചരീസ് ചെറിയ കാര്യമല്ല കേട്ടോ ചെയ്യണത്. 91 പേരുടെ വിശപ്പാണ് തെരുവിൽ മാറ്റുന്നത്. ആര് ചെയ്യും? വൃന്ദാവൻ യാത്ര മിക്കവാറും നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തേക്ക്. അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യും. ഓൾറെഡി നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ ഡേറ്റ് ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ഡേറ്റ് പറയും. കാരണം നല്ല ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. കൊടുത്തിട്ട് മതി. കഴിക്കില്ല. അതൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. അർഹതപ്പെട്ടവരെ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു തരും, ഒരു സംശയവും ഇല്ല. അവർക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണം തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊടുക്കാം, പക്ഷേ അത് ശരിയാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എത്രത്തോളം ഹൈജീനിക്കാണെന്ന് പറയാൻ പറ്റൂല. 2 ഇത് എപ്പോഴത്തെ മാവാണ്, എന്ത് മാവാണ് ഒന്നും പറയാൻ പറ്റൂല. 3 കാണിക്കാം. മൂന്നാമത്തേത് അവർ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചെയ്യണം. അപ്പം നമുക്കത് ഭഗവാന് നിവേദിക്കാൻ പറ്റില്ല. അത് കാരണമാണ് നമ്മൾ വീട്ടിൽ തന്നെ പാകം ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ നമ്മളെ ഭഗവാന്റെ മുന്നിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് അയക്കുന്ന ഫുഡിന് അതിനൊരു പ്രത്യേകതയാണ്. അപ്പം പിന്നെ അതൊരു വൃത്തിയുള്ള ഭക്ഷണമാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ റിസ്ക്കാണ് പാക്ക് ചെയ്യാനല്ലേ. ന്യൂസ് പേപ്പർ നമ്മൾ കിലോ കണക്കിന് ഇവിടുന്ന് വാങ്ങും. ഇതോ ഇങ്ങൊരു അമ്മ കണ്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പുടവ കൊടുത്തല്ല, 2 പേര്. അമ്മയ്ക്ക് ഇന്നലെ നമ്മൾ സാരി കൊടുക്കുന്നു. ഇവിടെ ദിവ്യമാതാജിയെ കാണുന്നില്ലല്ലോ. കൊടുത്തു. നമുക്ക് ഓണത്തിൻ്റെ കൂടി നോക്കിയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ റെഡിയാക്കാം സീറ്റ്. നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് മഞ്ചരീസ് എന്ന് പറയാൻ കുച്ചൂട്ടനും നിങ്ങളുമാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയല്ലേ ഞാൻ പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരോരുത്തർ கொஞ்சம் பின்னாடி இருங்கப்பா. இல்லைண்ணா அண்ணா கொஞ்சம் இறங்கி கொடுங்க. അതങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. ഒരു പ്രതീക്ഷയില്ലാണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലും തിന്നാൻ കിട്ടുമോയെന്ന് പോലും അറിയാതെ വയറ്റിൽ എന്താ പറയുക, നമ്മുടെ ഭീമസേനയുടെ വയറ്റിലെ മൃഗം പോലെ ആളിക്കത്തുന്ന തീയുമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്കല്ലേ നിങ്ങൾ ഭക്ഷണം എത്തിക്കുന്നത്. അതിനേക്കാളും വലിയ പുണ്യം എന്താ ഉള്ളത്?
എന്നെ സംബന്ധിച്ചിടത്തോളം അന്നദാനം കൊടുക്കുമ്പോൾ അത് ലൈവ് ഇട്ട് തന്നെ കൊടുക്കും. നമ്മൾ കാണണം നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ലൈവ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആരും എന്നോട് ചോദ്യം ചെയ്യില്ല. മാതാജി കൊടുത്തോന്ന് വെച്ചാൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു. പക്ഷെ അതല്ല, അതൊരു ധാർമ്മികതയല്ല. അത് ലൈവ് ഇട്ട് നമ്മൾ കൊടുക്കുന്നത് ഡെയിലി നമ്മൾ കാണുമ്പോൾ നമ്മുടെ മഞ്ജരീസ് കുടുംബത്തിൻ്റെ പ്രവർത്തനമാണ്. നിങ്ങളും ഞാനൊക്കെ ഒരുപോലെ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് നമുക്കത് സാധിക്കുന്നത്. എന്താ ഇത് പിടിക്കാനേരാ കോള് വരുന്നുണ്ട്. അപ്പം അതൊരു സന്തോഷമുണ്ട് നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഒറ്റ അന്നദാനം പോലും നമ്മൾ ലൈവ് ഇടാതെ കൊടുക്കില്ല. ലൈവ് ഇടാതെ അന്നദാനം കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. ദാനധർമാദികളെല്ലാം ലൈവ് ഇട്ടിട്ട് അവർക്ക് എത്ര ആശ്വാസവും സന്തോഷവും സമാധാനമാണെന്നറിയോ ഫുഡ് കിട്ടുമ്പോൾ. ഇപ്പം നമുക്ക് വയറ്റിൽ വിശന്നിട്ട് നമുക്ക് എത്ര വിശപ്പ് സഹിക്കുന്നു നമ്മൾ. പാവങ്ങളായ അവർ രാവിലെയും കഴിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഉച്ചയ്ക്കും കഴിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇന്നലെയും കഴിച്ചിട്ടുണ്ടാവില്ല. ആ സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം ചെറുതല്ല. ഒരു നേരമെങ്കിലും വിശപ്പറിയാതെ കിടന്നുറങ്ങാൻ പറ്റിയത് അതിലും വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഒന്നും വിശക്കുന്നവന് ഭക്ഷണം എത്തിക്കാം. അതാണ് മഞ്ജരീസിൻ്റെ പ്രഥമ ലക്ഷ്യം. അവരും ജീവാത്മാക്കളാണ്. എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ചു പോയതുകൊണ്ട് അവർ തെരുവിന് ആശ്രയമായി. ആ തെരുവിൽ കിടക്കുന്നവർക്ക് മഞ്ജരീസ് ഒരു കൈത്താങ്ങാണ്. അത്രയും ഞാൻ പറയും. അതിൻ്റെ പുണ്യം ഭഗവാന് നമുക്കും നമ്മുടെ തലമുറകൾക്കും തരും. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. என்னப்பா சாப்பிட்றீங்க? வடையா? சாப்பிடுங்க சாப்பிடுங்க. ആ ബേബി മാതാജി, ഇന്ന് എനിക്ക് കാല് താഴെ വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല മാതാജി. ചോദിച്ച് വന്ന് വാങ്ങുന്നുണ്ട. ഹരേ കൃഷ്ണ. വെള്ളമുള്ളത് കഴിഞ്ഞോടാ? വെള്ളം തീരാറായി. നമുക്ക് വെള്ളം തീർന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി വെള്ളം എടുക്കണം. ഒരു 3 കേസ് വെള്ളം എടുക്കണം. இதோ 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 ஒருத்தர் முன்னாடி முன்னாடி முன்னாடி. டிஃபன் சாப்பிடுங்கப்பா. എല്ലും തോലുമായിരിക്കുന്ന കുറേ വൃദ്ധരായിരിക്കുന്ന ജനങ്ങളാണ് ഈ തെരുവിൽ കിടക്കുന്നത്. അവരാരാണെന്നോ നമ്മൾ ആരാണെന്നോ അവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവർക്ക് കൊടുക്കുന്ന ആ ഭക്ഷണം ഈശ്വരനാണെന്ന് അവർക്കറിയാം, നമുക്കും അറിയാം. അത്രയേ ഞാൻ നോക്കണുള്ളൂ. ഇനി ആരാണുള്ളത് നോക്കട്ടെ കേട്ടാ. 91 പേരുടെ ഫുഡാണ്. നോക്കട്ടെ ഇനി ആരാണ് ഫുഡ് കഴിക്കാതിരിക്കണേ. ആ 4 വയസ്സുള്ള മോളെ ഗുരുകുലത്തിൽ ആഡ് ചെയ്യാമേ. ഈ നമ്മളൊരു എന്താ പറയുക, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത്. 7ാം ക്ലാസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെല്ലാം വേറെ ബാച്ചാക്കി എടുക്കുന്നത്. അവർക്ക് പിന്നെ നാളെ വിളിക്കും ബേബിയമ്മേ. അവർക്ക് പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കരമായ കടുകട്ടി ഗീതയൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ബാലപാഠ കഥകൾ, അതുപോലെ നമ്മുടെ ആചാരങ്ങൾ, വിളക്ക് വെക്കുന്ന രീതികൾ, രാവിലെ എണീക്കുമ്പോൾ എന്ത് ചെയ്യണം, അച്ഛനെ അമ്മേനൊക്കെ എങ്ങനെ ബഹുമാനിക്കണം, എന്ത് സംസാരിക്കണം, ഇതൊരമ്മ ഇല്ലല്ലോ വേണ്ട, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ആ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. നമ്മൾ മറ്റേ കട ആ പയ്യൻ എടാ അതിൽ ജിപേ ഫോൺ എടുത്തേടാ. മൂന്ന് കേസ് മതിയാ? ഇറങ്ങാൻ പറ്റൂല. ഒരു മിനിറ്റ് കേട്ടോ, മറ്റേ പോലെ ഇറങ്ങാനുള്ള സൗകര്യമില്ല. ഇല്ലല്ല, അന്ത വഴി വര മുടിയില്ല. എന്നാലെ ഇന്ത് പക്കമേ ഇറങ്ങിയിട്ടു.
ഞാൻ ഓട്ടോൻ്റെ മര്യാദയ്ക്കുള്ള വഴിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഓട്ടോൻ്റെ ഇപ്പുറത്ത് കൂടെ ഇറങ്ങി. അതിന് അവർ ചിരിക്കും. അണ്ണാ പ്ലെയിൻ വാട്ടർ നമ്മൾ എടുത്തിട്ട് പോന്നു. തണ്ണി ആ ഒരു 3 കേസ് കൊടുക്കുക. ഒരു മിനിറ്റ് കേട്ടോ അണ്ണാ. സാമ്പാർ പരിപ്പ് എവിടെ അണ്ണാ? 5 ഇല്ലമ്മ 3 കേസ്. സാമ്പാർ പരിപ്പ് എവിടെ? 185. அந்த மைசூர் பருப்பு 98. എനിക്കൊരു 3 kg മൈസൂർ പരിപ്പ്, 3 kg മൈസൂർ പരിപ്പ്, 2 kg തോരൻ പരിപ്പ്, സാമ്പാർ പരിപ്പ്. ടു കെ ജി அந்த சாம்பிராணி இருக்குல்ல, கப்பு சாம்பிராணி, அது ஒரு 2 அட்டை. என்னது கலர் போதும் இப்போதைக்கு. அக்கா இதுவா? இதுதான் வேண்டாம் அப்படி சொன்னேன். அது லாஸ்ட் டைம் இது வாங்கிட்டு போயிட்டா நல்லா இல்லைன்னா அதுக்கு தான் நெட்டில் வரல போட்டாச்சக்கா. വെള്ളം തീർന്നു പോയി. അതാണ് വെള്ളം വാങ്ങട്ടെ, വെള്ളം വാങ്ങട്ടെ. ഇപ്പം എടുക്കൂട്ടാ. ഇപ്പം നമ്മുടെ വെള്ളം വരുവേ. ആ നല്ല സാമ്പാർ പരിപ്പ് കിട്ടും. ഞാൻ മൈസൂർ പരിപ്പും നമ്മുടെ മറ്റേ സാമ്പാർ പരിപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാമ്പാറിനെടുക്കുക. മൈസൂർ പരിപ്പ് കിലോ 98 രൂപയാണ്, മറ്റേന് 198, 160. അതൊക്കെയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അന്നദാനത്തിൻ്റെ സാമ്പാർ ഉണ്ടാക്കാനും വീട്ടിലെ സാമ്പാർ ഉണ്ടാക്കാനൊക്കെ എടുക്കുക. ഒരു 3 കേസ് തണ്ണി എത്തുന്നു. 1/2 ലിറ്റർ. നമ്മൾ 1/2 ലിറ്റർ വെള്ളമാണ് കൊടുക്കുക. കാരണം 1 ലിറ്റർ കൊടുത്താൽ അവർ മൊത്തം കുടിക്കില്ല, കളയും. മുഖം കഴുകാനും അതിന് ഇതിനൊക്കെ എടുക്കും. വെള്ളം വേസ്റ്റൊക്കെ 1/2 ലിറ്റർ ആകുമ്പോൾ അവർക്ക് ഫുഡിന് കറക്റ്റ് ആയിരിക്കും. ഇപ്പം വരാട്ടോ. ഇപ്പം വരൂ കേട്ടോ. ഇപ്പം റെഡി. ഇപ്പം കഴിയും. അവരെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം പോകാട്ടോ. അല്ല ഇപ്പം അന്നദാനം കൊടുക്കേ. ഇപ്പം എടുക്കാം, ഇപ്പം എടുക്കാം. അഞ്ച് കിലോ പരിപ്പ് വേണ്ടി ദിവ്യ, മതിയാവൂലേ? 5 കിലോ പരിപ്പ്, 3 കിലോ മൈസൂർ പരിപ്പ്, 2 കിലോ തോരൻ പരിപ്പ് മതിയാവൂലേ? ഇന്ന് നമ്മൾ 2.5 കിലോ അല്ലിട്ട് 3 കിലോ പരിപ്പ് സാമ്പാറിന് 3 കിലോ. എന്നിട്ട് നമുക്ക് തികഞ്ഞില്ല. രണ്ടാമതും പിന്നെ കറി ഉണ്ടാക്കിയപ്പം മറ്റന്നാളത്തേക്ക് ഒരു 5 കിലോ രണ്ടും മിക്സ് ചെയ്തെടുത്തു. ആ എന്തായിരുന്നു?
ஆ எடா மொபைல் கையில் வைக்கிறேன் சொல்லுங்கண்ணா. പരിപ്പ് റെഡി. தண்ணி கொடுத்துருவேன். കപ്പ് സാമ്പ്രാണി. അത് സാമ്പ്രാണിയാ, സാമ്പ്രാണി. ഓട്ടോന്റെ ഈ വശത്ത് കൂടിയാ കയറി. വെള്ളം വെക്കണ്ടേ? ആ വെള്ളം മറ്റേ ഫോണോടെ മഞ്ജരീസിന്റെ. അല്ല മഞ്ജരി. ആ നമ്മ இப்ப எடுக்கணும். அது எடுக்கிறேன். இங்கே வச்சிருங்க, இதுல வச்சிருங்க. இப்ப எடுத்து கொடுப்பாங்க. കറക്റ്റ് ബില്ല് കൊടുത്തു. ബില്ലായിട്ടോ. സഞ്ജു എന്തിനാ വിളിച്ച്? മിനിറ്റ് കേട്ടാ, മോനെ വിളിക്കണം. വിളിച്ചു രാധേ രാധേ. എന്താണാവോ അവനൊറ്റയ്ക്ക് ആദ്യമായിട്ട് ട്രെയിനിന് വരുന്നത് സഞ്ജു. അതാണ് നാളെ അവിടെ ഇറങ്ങുന്നവരെ നമുക്കൊരു ടെൻഷനാണ്. ആദ്യമായിട്ടാണ് അളിയൻ ട്രെയിനിൽ വരുന്നത് ചെന്നൈക്ക്. ഹലോ, ആ എന്താ മോനെ? അത് ശരി. മീനെ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പെട്ടെന്ന് വിളിച്ചപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് കരുതി. എവിടെ എത്തിപ്പോ? ഷൊർണൂർ കഴിഞ്ഞാ? എവിടെ ഇറങ്ങരുതിട്ടോ മക്കളെ ട്രെയിനിന്. ആ ബാത്റൂമിൽ പോകണ്ടേ മോൻ? ഇപ്പോഴേ പോയി വന്നിട്ട് വേഗം കിടക്കുക കേട്ടാ. ആ മമ്മി 6 മണിയാകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരാം കേട്ടാ. പൊതച്ച് കിടക്കണേ. ബാഗ് മൊബൈൽ എടുത്ത് മോൻ ബാഗിൻ്റെ അകത്ത് വെക്കിട്ടാ. ഫോൺ കളയരുത് കേട്ടാ. സൂക്ഷിക്കും മോനെ. താഴേക്ക് ഇറങ്ങുമൊന്നും ചെയ്യരുതേ. ആരും ഒന്നും തന്നാൽ മേടിക്കുകയും ചെയ്യരുത് കേട്ടാ. കേട്ടാ? ആ മോൻ സൂക്ഷിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ? ദോശ. ആ ശരി, മമ്മി ഉണ്ടാക്കി വെക്കാം കേട്ടാ. ആ 2 ആ ശരി. മക്കൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. മമ്മി ഉറങ്ങൂല കേട്ടാ മോനെ. ആ ഓക്കെ മോനെ, ബൈ. ആ ഉറപ്പായിട്ടും അമ്മേ, ഉറപ്പായിട്ടും നാളെ വരും. ഞാൻ കാണിച്ചു തരാം. രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഇനി വെള്ളം പൊട്ടിക്കും. இங்கதான் படுத்துட்டு இருந்தாங்க. ஒரு அம்மா தானே விபூதி எல்லாம் வச்சு நேத்து நம்ம புடவை கொடுத்தீங்களே அவங்க தானே இருக்காராங்க? யாராவது யாருங்க? சரி சரி, கொடுக்குறேன். அது கொண்டு போய் அடுத்து வச்சு கொடுக்கல, பக்கத்தில் வச்சு கொடுத்துட்டு போகலாம். ஆ ஏதோ ஒரு அம்மா அந்த பக்கம் உட்காந்துருக்காங்க. മോനും ബോറടിച്ചപ്പോൾ വിളിച്ചതാ.
അവൻ പാവം എന്നോട് പറയാം, മമ്മി ഇനിയിപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടി അവിടുന്ന് ഇവിടം വരെ വന്ന ഒരു യാത്ര, മമ്മിയുടെ ക്ലാസ്സും അന്നദാനെല്ലാം മുടങ്ങും, മെസ്സേജ് നോക്കലെല്ലാം ഒന്നും കുഴപ്പമില്ല. ഞാൻ എടുത്തത് അവൻ വീണ്ടും വിളിക്കും. എന്താ മോനെ? ഓ പറ മോനെ. ആ ആ ആ ആ ആ ആ ഓ പിന്നെന്താ, കണക്ട് ചെയ്ത് കൊടുക്കാം. മക്കൾ നാളെ വാ, വന്നിട്ട് നമുക്ക് അവിടെ ആ ഡോക്ടറിനെ കണക്ട് ചെയ്ത് കൊടുക്കാം കുട്ടിക്ക്. എന്നിട്ട് അവരെ അമ്മയെ കാണിക്കട്ടെ കേട്ടാ. ഓ എവിടെ ഉണ്ട് കൊടുത്തേ? ആ ഹലോ നമസ്കാരം. എന്ത് പറ്റിയതാ അമ്മയ്ക്ക്? ആ ഹാ ഓ അത് ശരിയാ. ഹാ 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 ഉവ്വ് ഉവ്വ് ഉവ്വ്. റെഫർ ചെയ്തു. ആ ആ ആ ആ ആ അത് ശരി. അപ്പം ഇപ്പം പേഷ്യൻ്റ് ഉള്ളത് കാലിക്കറ്റ് ആണോ? CMC-യിൽ, വേലൂർ CMC-യിൽ. ആ വെല്ലൂർ CMC-യിൽ അല്ലേ? അവിടെ ട്രീറ്റ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുക. ആ ആണല്ലോ. ഒരു കാര്യം ചെയ്യുമോ, മോൻ്റെ അടുത്തുനിന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ വാങ്ങിച്ചോളൂ അങ്ങ്. ഞാൻ എന്നിട്ട് നാളെ അങ്ങേക്ക് വാട്സപ്പിൽ ആ സന്ദീപ് കുഞ്ഞിക്കണ്ണൻ ഡോക്ടറിൻ്റെ റെഫറൻസ് തരാം. എന്നിട്ട് ഈ അമ്മയുടെ ഈ എല്ലാ ഡോക്യുമെൻസും മെഡിക്കൽ ഡോക്യുമെൻസും കൂടെ എടുത്തിട്ട് അമ്മയെ കൊണ്ടുകൊണ്ട് ആവശ്യമില്ല, നാഷണൽ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് വിളിച്ചെടുത്താൽ മതി. അത് ഞാൻ എടുത്തു തരാം. എന്നിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് കാണിക്കുക. വേലൂർ CMC-യിൽ വരെ നമ്മൾ ലാസ്റ്റ് കഴിച്ച ടാബ്ലറ്റ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും, എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തി എന്താണ് പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് അവർ പറയും. ഒന്നും ടെൻഷൻ അടിക്കേണ്ട, മാറിക്കോളും കേട്ടോ. സമാധാനമായിട്ടിരിക്കും. ആ ഓഹോ കഴിച്ചു. ആ ആ ആ മോൻ്റെ അടുത്ത് പറഞ്ഞപ്പല്ല. ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ റിലേറ്റീവ് കൂടിയാണ് അദ്ദേഹം. ആ ആണല്ലേ. ആ ആ ആ ഓ അതെ അതെ, ഭയങ്കര പൈസയാണ് അവിടെ. ആ ആ ഓ ആ ആ ആ ബയോപ്സിയുടെ റിപ്പോർട്ടല്ലേ? ആ പിക്ചർ കിട്ടും. അതെ, അപ്പം അതാ ഞാൻ പറഞ്ഞ ആ ഡീറ്റെയിൽസ് എല്ലാം കൂടെ എടുത്തിട്ടേ നേരെ നമുക്ക് ആ ഡോക്ടറിൻ്റെ റെഫറൻസ് ഞാൻ തരാം വാട്സപ്പിൽ. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് അതെല്ലാം കൂടെ കാണിച്ചത് അദ്ദേഹം പറഞ്ഞു തരും ഫർദർ എന്താ ചെയ്യേണ്ടതെന്നുള്ളതേ. ആ അതെ 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 കിട്ടില്ല കിട്ടില്ല, മനസ്സിലായി മനസ്സിലായി. ആ ഓ നാഷണൽ ഹോസ്പിറ്റൽ തന്നെ നല്ല ആള്
ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്. അപ്പം നല്ല കേരളത്തിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇത് ക്ലാസ്സൊക്കെ എടുക്കുന്ന ഹൈ പൊസിഷനിലൊരു ഡോക്ടറാണ്. തീർച്ചയായിട്ടും. മോൻ അങ്ങനെ പൊതുവേ അങ്ങനെ ആരോടും മോൻ അങ്ങനെ സംസാരിക്കുന്നല്ല. എന്താ അറിയില്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇത്രയും അവന് റെഫറൻസ് ഒക്കെ തന്നത്. അമ്മയുടെ കാര്യം കേട്ടപ്പോൾ അവന് വിഷമായി ഉണ്ടാവും. ആ ആ ആ ആ അതെ അതെ, എൻ്റെ ബ്രദറാണ്. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതെ അതെ. അങ്ങ് വിഷമിക്കണേ. എൻ്റെ വാട്സപ്പ് നമ്പർ മോൻ മേടിച്ചോ സഞ്ജുവിനോട് ഇട്ടാ? ഓ ചെയ്തോളൂ കേട്ടാ. ഞാനിപ്പോൾ സ്ട്രീറ്റിൽ അതെ അതെ, നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗമായി ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ ആ വാട്സപ്പ് നോക്കിയിട്ട് സാറിൻ്റെ നമ്പർ അങ്ങോട്ട് അയച്ചു തരാം കേട്ടോ. വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും. അമ്മയുടെ അസുഖമൊക്കെ മാറും, പേടിക്കണ്ട കേട്ടോ. ഓ അതെ 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 അതെ. ആ അല്ല, അമ്മമാർ കഴിഞ്ഞിട്ടേ നമുക്ക് ആർക്കും എന്തുണ്ടാവാൻ പാടും. കാരണം നമുക്ക് ഭൂമിയിൽ ജന്മം നൽകിയതാണ് അവരെ. ആയിക്കോട്ടെ, അപ്പൊ വിഷമിക്കേണ്ട. അങ്ങ് എവിടെ ഇറങ്ങണേ? ചെന്നൈയിലോ? ആ ആ കാട്ട്പാടിയിലല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ നമ്പർ മോനോട് വാങ്ങിച്ചോളൂ, ഞാൻ വേണ്ടത് ചെയ്തുതരാം കേട്ടോ. CMC-യിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ. CMC-യിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കുക കേട്ടോ. ശരി, ആയിക്കോട്ടെ, ഓക്കെ. എന്നാൽ മോന് കൊടുത്തേ. മോനെ നമ്പർ കൊടുക്കട്ടോ. മമ്മിയുടെ വാട്സപ്പ് നമ്പർ കൊടുക്കും. മമ്മി വേണ്ടത് ചെയ്യാം കേട്ടോ. നോക്കിക്കോളാം ഓക്കെ, നോക്കിക്കോളാം. നീ സമാധാനമായിട്ട് ട്രാവൽ ചെയ്ത് വരൂ കേട്ടോ. ശരി, ഇനി ബാത്റൂമിലൊന്നും പോവല്ലേ? ഇപ്പോൾ പോകണ്ടേ? ഇപ്പോൾ പോയിട്ട് വാ. ശരി മക്കളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക രാത്രിയിൽ. ഓക്കെ മോനെ. മമ്മി ഉറങ്ങില്ല. മൈ ട്രെയിനിൽ മോൻ വരുന്ന വണ്ടിയുടെ റണ്ണിങ് സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ ശരി കേട്ടോ മക്കളെ. ഈ സഞ്ജുവിൻ്റെ ഒരു കാര്യം. സഞ്ജു ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു മോൻ, അവൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ക്യാൻസറായിട്ട് വേലൂർ CMC-യിൽ കൊണ്ടുവന്നിരിക്കാം. അദ്ദേഹം വളരെയധികം വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സന്ദീപ് സാറിൻ്റെ നമ്പർ സഞ്ജു പറഞ്ഞ എൻ്റെ അമ്മയുടെ ബ്രദറാണ്, ഞാൻ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മോൻ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ പുള്ളി പറയണം, ഞാൻ ആരോട് സംസാരിക്കാനൊന്നും പോകാറില്ല ആൻറ്റി, എനിക്ക് അമ്മയുടെ കാര്യം ആലോചിച്ച് വിഷമിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ മോൻ പറഞ്ഞെന്ന് ഭക്ഷണം കഴിക്കുക ചേട്ടാ, എല്ലാം ശരിയാവും. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞ് ഞാനിപ്പം ഭക്ഷണം കഴിച്ചു. അവനെനിക്ക് ഫുഡ് തന്നു. അവനെ കൊണ്ടുവന്നത് 4 ചപ്പാത്തി, അതിൽ നിന്ന് ഷെയർ ചെയ്ത് തന്നു. എന്നിട്ട് കഴിച്ചു. അമ്മയുടെ വയ്യായികമൊക്കെ മാറും, പ്രാർത്ഥിക്കാമെന്നൊക്കെ അവൻ പറഞ്ഞു എന്നോട്. അതൊരു വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. വെള്ളം എടുക്കണ്ടടാ, ഒരു മിനിറ്റ്. ഞാൻ ഇത് പിടിച്ചേരാ കയ്യിൽ, ഒരു സൈഡിൽ ഞാൻ പിടിക്കും. അങ്ങനെ എന്നോട് പറയാം, മമ്മി നോക്കണേ, മമ്മി വേണ്ടത് ചെയ്തു കൊടുക്കണേ, ഒരു പാവയ്ക്കാക്കാന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ചെയ്യാമെന്ന് പറഞ്ഞു. நம்ம எப்படி இருக்கீங்க? இந்தாங்கப்பா. ஓகே, படுத்துக்கோங்க வாங்கிக்கோ. யாரு? மூளை இது மாட்டி. அண்ணா 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 சரி, நேற்று கொண்டு வந்தாங்க அவங்க புடவை. சரி, நாளைக்கு எடுத்துட்டு நாளைக்கு தான் வர முடியும். நாளைக்கு வந்து கொடுக்குறேன். கொடுக்குறேன் கண்டிப்பா. இல்லை, மறக்க மாட்டேன். கொண்டு அவன் பயங்கர ஹெல்பிங் மென்டாலிட்டி ஆளான சஞ்சு. இட்லி சாப்பிட்றீங்களாம்மா? கொடுங்க. ஆமாம். தண்ணி வாங்கி. அம்மா டிஃபன் கொடுங்க, அவங்க இந்தாங்க டிஃபன்.
അവൻ അങ്ങനെയാണ്, അവന് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുടെ ആളാണ് അവൻ. ഒരു രക്ഷയുണ്ടല്ലോ. പുള്ളിക്ക് കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്നൊരു ആക്സിഡൻ്റ് ആയി. ആള് റോഡ് സൈഡിൽ നിൽക്കുന്നതാണ്, ഫ്ലാറ്റിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ആക്സിഡൻ്റ് ആയി. ആ ഓട്ടോക്കാരൻ്റെ ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ലാതെ ഓട്ടോക്കാരൻ നല്ല മഴയത്ത് വരുമായിരുന്നു. ഇവൻ സൈഡിൽ നിൽക്കുന്ന കാണാതെ കൊണ്ടുപോയി ഇടിച്ച് അവൻ്റെ തലേൻ്റെ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞ് 7 സ്റ്റിച്ച്. അന്നേരം എന്നോട് പറയാ വിളിച്ചിട്ട്, അമ്മ ടിഫിൻ വാങ്ങിക്കോ, അമ്മ ഇഡ്ഡലി സാമ്പാർ. வாங்கிக்கோ அம்மா. நேற்று இவங்களுக்கு நம்ம புடவை கொடுக்கலாம்ல? சரி, நான் நாளைக்கு எடுத்துகிட்டு வரேன். அக்காட்டு கொடுக்குறேன், அக்கா கிட்ட வாங்கிக்கோங்க, நாளைக்கு கொடுக்குறேன். சரியா? ഇതിനൊരു കൈയില്ല പാവം. ரெண்டு இருக்கு, தண்ணி வச்சுக்கோங்க. അപ്പം എന്നോട് പറയാം, ഞാൻ പറഞ്ഞു മമ്മി ഇനി ആ ഡ്രൈവറെ ഒന്നും പറയണ്ട, അദ്ദേഹത്തിൻ്റെ മോൾക്ക് സുഖമില്ല, ഫിക്സൊക്കെയാണ്, എന്നിട്ട് ആ കുട്ടിക്ക് മരുന്ന് വാങ്ങി പോവാണ്. ഇന്ന് കിട്ടിയ പൈസ മുഴുവൻ ആ മരുന്നിന് ചിലവായി. എന്നിട്ട് മരുന്നിന് ചിലവായത് കാരണം ഹെഡ്ലൈറ്റ് ഒന്നും നന്നാക്കാൻ പൈസ കിട്ടിയില്ല, അതുകൊണ്ടൊന്നും പറയണ്ടെന്നെല്ലാം പറഞ്ഞ അയാൾ ആശുപത്രിച്ച് മൂപ്പര് ഹോസ്പിറ്റലൊക്കെ പോയി ഇതൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് എനിക്ക് വീഡിയോ അയച്ചു തന്നിരിക്കണം, സ്റ്റിച്ചിട്ടിട്ട്. എന്നിട്ട് എന്നോട് പറയാം, ഇനി ആ ഓട്ടോക്കാരനൊന്നും പറയരുത് മമ്മി, ഞാൻ നമ്പറൊക്കെ വാങ്ങി. നമ്പർ ഒന്നും പറയില്ല, സാറില്ല, പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് ഹെഡ്ലൈറ്റ് നന്നാക്കാനുള്ള കാശ് ഈ സഞ്ജു കൊടുത്ത്. കാരണം അവൻ പൂ വാങ്ങിക്കോ. ബായ് അക്ക. அண்ணா டிஃபன் வாங்கிக்கிறீங்களா? இருக்கா? வரேம்மா. இருக்கு, வேற வந்துச்சு, நாளைக்கு எடுத்துட்டு வரேம்மா. நீங்க இங்கே இருக்கிறது நான் மறந்தே போயிடுச்சு. நாளைக்கு நான் எடுத்துட்டு வரேன். பாய். എന്നിട്ട് என்னங்க இருக்கண்ணா வீட்டில் நல்லா இருக்கேன். டிஃபன் சாப்பிட்றீங்களா? நீங்கள் டிஃபன் சாப்பிட்றீங்களா? கொடுக்க ஒரு பக்ஷணம் கொடு. இருக்கு 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 இருக்கு, நீங்கள் சாப்பிடுங்க. டிஃபன் வேணுமா? ஏதோ എടുത്തിട്ട് വരാം, ഒരേ നിമിഷം ഇരുங்க. ശരി ശരി. ആ ചേട്ടൻ പറയണേ, നിങ്ങളെന്താ പഴയ കാലത്ത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനത്തെ എന്നാങ്ക മറക്ക മാട്ടെ മറ്റേ ബാഗ് സഞ്ചി വെച്ചോണ്ടിരിക്കണ്ടല്ല, ഈ സഞ്ചിയൊക്കെ കണ്ട കാലം മറന്നുപോയി. அப்படியா? பசங்களுக்கு சேர்த்து வாங்கிக்கோங்க. சாப்பிட்ன பொருள் தானே, யாருக்கு வேணாலும் சாப்பிட்டுக்கலாம். இல்லம்மா, எப்பவுமே வருமே, தினமும் வந்து கொடுக்குறாங்க. இனி நாளை விட்டு மறுநாள் வரும். ஆமா. இன்னொன்று வாங்கிக்கோ. ரொம்ப தேங்க்ஸ்மா. சரி சரி அக்கா. இந்நேரம் வருவீங்களாம்மா? இந்நேரம் இல்லைன்னா ஒரு 6:37 அந்த மாதிரி வரும். இல்லை 3:10 ഇവിടെ വരുമ്പോ ഞാൻ പൂ വാങ്ങിച്ചു തരാട്ടാ. ஆமா ஆமா 6:30 மணி. வெள்ளிக்கிழமை சண்டேவா? இனி சண்டே, ஞாயிற்றுக்கிழமை വരാക്കാ. കുറച്ചെടുത്താൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു. ഈ മൊബൈൽ സൂക്ഷിക്കണം. അങ്ങനെ മൂപ്പര് ചെണ്ട കൂട്ടി കിട്ടിയ കാശിന് അദ്ദേഹത്തിൻ്റെ ഓട്ടോ ഒക്കെ ഹെഡ്ലൈറ്റൊക്കെ റെഡിയാക്കി കൊടുത്തു. ഇപ്പം മൂപ്പരാക്ക് കോഴിക്കോട് ടൗണിൽ എവിടെ പോകണമെങ്കിലും ആ ഓട്ടോക്കാരൻ വരും, 10 പൈസ മേടിക്കില്ല. ഭയങ്കര ഫ്രണ്ട്സായി രണ്ടാളും, ഒരു രക്ഷയില്ല. ഇവൻ സെൻറ്റിമെൻറ്റ്സിൽ പെട്ടെന്ന് വീഴും. ആരെങ്കിലും പാവങ്ങളൊക്കെ ഉണ്ടെയോ, അമ്മ പാവം മമ്മി, അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നും ചോദിച്ച് അളിയൻ ഓരോരോ പരിപാടി ഒപ്പിക്കും. അതാണ് അളിയൻ്റെ സ്വഭാവം.
എന്നോട് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞാൽ അയ്യോ വേണ്ട അമ്പിളി മാതാജി, അമ്പിളി മാതാജി, അമ്പിളി മാതാജി, അമ്പിളി മാതാജി ട്രാവൽ ചെയ്താലേ ക്ലാസ് മിസ്സാവും അമ്പിളി മാതാജിയുടെ. മെസ്സേജ് കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് വിഷമമാവും അമ്പിളി മാതാജി. അതുകൊണ്ട് മാതാജി വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. പൂരുത്തം കേട്ടവൻ വലിയ ആളായിന്നാ വിചാരം. ഞാൻ എപ്പോഴും കുളിപ്പിക്കാനൊക്കെ ഓടിക്കറോ എൻ്റെ അടുത്ത് ബാത്റൂമിൽ. അപ്പം എന്നോട് പറയാം ഞാനൊരു പുരുഷനായില്ലേ മമ്മി. ഞാൻ പറഞ്ഞ ആണോ, ഞാൻ അറിഞ്ഞില്ല മമ്മി. അതാണ് ആളുടെ ആറ്റിറ്റ്യൂഡ്. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. இருக்கு இருக்கு எங்கே இருக்கா தம்பி? எங்கம்மா? கொடுக்குறீங்களா? அப்படியா? ரெண்டு தானே? இல்லை இல்லை இல்லை, ரெண்டு தானே தம்பி? சரி ஓகே. ரெண்டு ஃபுட்டுக்கு ஒரு வாட்டர் பாட்டில். ஓகே அண்ணா ஓகே. சாப்பாடு வேணுமாம்மா? டிஃபன் வேணுமா? இந்த வாங்கி. இன்னும் ஒன்று வேணுமா? கொடுத்தேடா. இதோ அங்கே வாங்கிக்கோ, அங்கே வாங்கிக்கோ. அது இல்லை வெள்ளம் கொடுത്തു. இது ഫുഡ്. അവിടെ ഫ്രണ്ട് കൊടുത്തിട്ട് വരാം. ആ ബോട്ടിലൊക്കെ മുകളിലായി പോയി. അപ്പം എന്തോ ചെയ്യും? ആ എടുക്കാം 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 എടുക്കാം. ഫുഡും വെള്ളവും കൂടി നല്ല വെയിറ്റാണ്. போதுமா தம்பி? இனி வேணுமா? இனி வேணுமா கண்ணா? വെള്ളത്തിന് വാങ്ങിക്കാം. ആ വെള്ളം കൊടുക്കണം. ഇല്ല ഇല്ല ഫ്രീ വാങ്ങിക്കോங்க. நாங்கள் ஒரு ட்ரஸ்ட் குருவாயூர் மஞ்சிரீஸ்ன்னு கான்ட்ரிபியூட் பண்ணவங்களெல்லாம் பார்த்துட்டு இருக்காங்க. எல்லாம் கேரளாவில் வெளியூர்ல எல்லாம் இருக்கு. வாங்கிக்கோங்க. இட்லி 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 கொடுத்தாச்சு கண்ணா, கொடுத்தாச்சு. எக்ஸ்ட்ரா இருக்கா? சரி வாங்கி. போதுமாக்கா? இன்னும் ஒன்று வேணும்னா வாங்கிக்கோங்க. போதுமா? சரி சரி. ഒരു മിനിറ്റ്, ആരും ഫോൺ വിളിച്ചു. പ്രസന്ന കെ. ആരത്? ഹരേ കൃഷ്ണ. பாட்டி டிஃபன் சாப்பிட்றீங்களா பாட்டி? டிஃபன் இந்தாங்கம்மா. ஆமாம் இட்லி அம்மா. சரிம்மா வரேன். அப்படியா? வாங்கிக்கோ அக்கா, வாங்கிக்கோ வாங்கிக்கோங்க. தேங்க்ஸ் அக்கா. ஆ கொடுக்குறேன் கொடுக்குறேன் கொடுக்குறேன். அக்கா டிஃபன் 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 இட்லி இட்லி அக்கா வாங்கிக்கோங்க. உங்களுக்கோசரம் தான் வீட்லேருந்து எடுத்துட்டு வரணுது. தோ அம்மைக்கு ஒன்று தோ கொடுத்துருச்சு. எப்படி இருக்கீங்க? இப்பதான் உங்களை பத்தி சொல்லிட்டு இருந்தாரு அம்மா தங்கம். அப்படியா? என்ன சொன்னீங்க என்ன பத்தி? உங்களை பத்தி எங்க அம்மா வாடிக்கையாளர் வந்தாங்க, எனக்கு 2 புடவை கொடுத்தாங்க. வாங்கிருக்கலாக்கா அப்படின்னு சொல்லி. கண்டிப்பா. இன்னொன்னு கூட இன்னொன்னு வேணுமா? கண்டிப்பா கொடுக்குறேன் கொடுக்குறேன் அப்படி சொல்லி வாய் முடல உங்களதான் இப்ப சொன்னேன். அப்படியா? ஆமாடா தங்கம். தண்ணி குடுறப்பா. தண்ணி கொடுத்துருக்கேன். வரக்கா? சரி அம்மா ஓகே பாய். எனக்கு ரொம்ப பிடிக்கும்.
ടിഫിൻ വാങ്ങിക്കോ അമ്മ. ഇവിടെ ചൂടുണ്ട് നന്നായിട്ട്. ദോ വാങ്ങിക്കോ വാങ്ങിക്കോ. ആ കൊടുക്കറ കൊടുക്കറ. ഇഡ്ലി அந்த அம்மா கொடுங்க. தோ கொடுக்கற கொடுக்கற. அக்கா வாங்கிக்கோ வாங்கிக்கோ அப்பா. தோ கொடுக்கற. இன்னும் இருக்கு வண்டியில இருக்கு கொடுக்கற. அம்மா 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 கொடுக்கற வண்டியில இருக்கு. கம்மந்திரு பொறுமையா இருங்க. கொடுக்கற எல்லாருக்கும் கொடுக்கற. தோ அவங்களுக்கு അവിടെ കിടക്കുന്നു. കൊടുക്കറമ്മ കൊടുക്കറ. ആ ദോ കൊടുക്കറ. அங்கே உட்காருங்க, நான் வரேன். நீங்க உட்காருங்க, நான் வந்து கொடுக்குறேன். ഹലോ ഹലോ. ആ മാതാജി പറയൂ. അത് നാളെ രാവിലെ വിളിക്കുമോ മാതാജി? ഞാൻ മഞ്ജരീസിൻ്റെ ഫോൺ എൻ്റെ കയ്യിലാണ്. മെസ്സേജ് ഒന്നും നോക്കിയിട്ടില്ല. നോക്കി അതിൽ റിപ്ലൈ തരാം കേട്ടോ. ശരി. ബോട്ടിൽ റൂം ഇതില്ലേ, വണ്ടിയിലില്ലേ? എടുക്കാൻ മതി. ഫുഡ് ഇതിലുണ്ടാ? എടുത്തിട്ട് അഴകായിരിക്കും മഞ്ചപ്പുടവ. ബൈ. താങ്ക്സ്. ഇനി അവിടെ ആർക്കെങ്കിലും കൊടുക്കാണ്ട? എത്ര പേരുണ്ട്? എന്താണ് കഴിക്കാൻ പോകുന്നത്? ആ, നമ്മൾ കൊടുത്ത ഭക്ഷണം അവർ കഴിക്കാൻ പോവാണെന്ന് പറയാം. ഹരേ കൃഷ്ണ. നമ്മുടെ അന്നദാനം വേറൊരു വൈബല്ലേ. കുറേ ആൾക്കാർക്ക് നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത്. എന്ത് പാവ ആൾക്കാരാണെന്നറിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. നമ്മളെവിടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിതുപോലെ ട്രാൻസ്പറൻ്റ് ആയിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ലൈവ് ഇട്ട് അന്നദാനം കൊടുക്കുന്നത് മഞ്ജരീസ് മാത്രമായിരിക്കും. വേറെ ആരും ചെയ്യില്ല. ത്രിവേണിയമ്മ പറയണേ ദിവ്യയുടെ ഭാഗ്യം എന്ന്. അവൾ പറയുക സത്യം, അതൊരു സന്തോഷമാണ്. എനിക്ക് ഒറ്റയ്ക്ക് നടക്കൂല. എൻ്റെ കൈ കൊണ്ടും ഈ ആർത്രൈറ്റീസിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ടേ. ഫുഡ് ഇനി എത്തനായിരിക്കും? അവർ ഫുഡ് എടുത്തിട്ട് ബാഗിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. എന്നാലേ പിടിച്ചുകൊണ്ട് നടന്നു കൊടുക്കാൻ പറ്റും. ദിവ്യ അங்கே யாருக்கோ வாட்டர் பாட்டில் கொடுக்கணும்னு சொன்னல, அது கூட எடுத்துக்கோ. വെള്ളം പാക്കറ്റ് പൊട്ടിക്കുക.
അതെ അതെ, ഭയങ്കര പ്രശ്നം മാതാജി. കുറേ നേരം നിൽക്കാൻ പറ്റൂല. കൈൻ്റെ വിരലൊക്കെ നീര് വയ്ക്കും, കാലൊക്കെ നീര് വയ്ക്കും. ആമയെ പോലെയാവും, ആമവാദം പിടിച്ച. இன்னும் இருக்காண்ணா சஞ்சியில் பையில் இருக்கா இன்னும்? சரி, ஓகே, இது கொடுத்துட்டு வரலாம். டிஃபன் சாப்பிட்றீங்களாப்பா? அது உள்ள இட்லி ஒன்று போதுமா, இன்னும் வேணுமா? இன்னும் ஒன்று போதும். தண்ணி கொடுக்கலையா? வாங்கிக்கோ. சரி, என்னம்மா வேணும்? இட்லியா? என்னது டிஃபன் வேணுமா? ഓക്കേവാ? അമ്മാടി വെയിറ്റ് ഇങ്ങനെ പൊക്കുമ്പോഴേക്കും എൻ്റെ മറ്റേ അസുഖപ്പം ഇങ്ങോട്ട് വരും. അതെ, ആ ഡിസ്കിൻ്റെ വേദന എൻ്റെ അമ്മോ. അത് ഈ വെയിറ്റ് കയ്യിൽ പൊക്കുന്നോണ്ടാ ഡിസ്കിൻ്റെ പെയിൻ പെട്ടെന്ന് വരും. പക്ഷേ ഉണ്ടാവില്ല, കുറച്ചുപോലും വെയിറ്റ് എടുക്കരുത്. ദിവ്യ ഇപ്പുറത്തെ പിടിക്കും. വേണമാമ്മ ഇഡ്ലി മറ്റുമ്മ? ഒരു പാക്ക് കൊടുത്തേ ഫുഡ്. ഇപ്പുറത്തെ സൈഡ് പിടിക്കും. അവർക്ക് കൊടുത്തല്ലോ, വെള്ളം കൊടുത്തില്ലേ? അമ്മ തണ്ണി വാങ്ങിക്കോ, അമ്മ തണ്ണി വാങ്ങിക്കോങ്ക. അമ്മ കൊടുക്കറേ. ശരി ശരി. ഇനി ഫുഡ് വേണമാ? ഭക്ഷണം കൊടുക്കറേ. ஓகேவா? சரி. என்னம்மா இட்லி வேணுமா? ஒரு இட்லி 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 சாம்பார் என்னம்மா? ഒരാൾ തന്നെ ചിലപ്പം ഒന്നും രണ്ടും ഒക്കെ മേടിക്കും ഫുഡ്. അങ്ങനെയാണ് അവരൊന്നും രണ്ടും ഫുഡൊക്കെ വാങ്ങിക്കും. ഇത് അവിടെ ഒരു അച്ഛന്. அப்பா டிஃபன் வாங்கிக்கோங்க. அவங்களுக்கு இருக்குல்ல, இருக்கா அவங்கக்கிட்ட? ஃபுட்டு வேணுமா அவங்களுக்கு? தெரியல, அவங்க படுத்துட்டு இருக்காங்க. നടന്ന് നടന്ന് കൊണ്ടുപോകും. அக்கா டிஃபன் வாங்கிக்கிறீங்களா? வேண்டாம். ഇവിടെ ഒരു അമ്മയിരിക്കാറുണ്ട് ലെഫ്റ്റിൽ. அண்ணே கொஞ்சம் வழி விடுங்க அண்ணே. இல்லை இல்லை, ஆட்டோ இருக்கு.
എന്താ പാട്ടി? இட்லி வைக்கிறீங்களா? இட்லி கொடுக்கவா? யாரா உள்ளது என்னது நிறைய ஏரியாவில் இருக்கும். நாங்கள் அப்படியே தேடி தேடி கொடுத்துட்டே இருக்காங்க. இருக்கு கொடுக்கலாமே. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് പോവാം. വേണ്ട ഓട്ടോ വേണ്ട. നമ്മൾ കൊടുത്ത സാരിയാ. 3 பேர். பாட்டி டிஃபன் சாப்பிட்றீங்களா? வாங்க இந்த அவங்களுக்கு கொடுங்க. 2 ஃபுட் எடுத்து திவ்யா. பரவாயில்லம்மா. இல்லைம்மா இட்லி அம்மா ஒன்று போதுமா? இது வேணுமா? கொடுக்குறேன் 2 கொடுத்துச்சம்மா. இன்னும் வேணுமா? சரி அதோ வாங்க அக்கா வாங்கிக்கோ. தண்ணி ஆயிடுச்சுமா. ஃபுட்டு கொடுக்க வேண்டியவங்க கொடுக்கணும். சரி வச்சுக்கோங்க. சரி ஐயோ அவ்வளோதாம்மா. மேலே வேற கொடுக்கணும். டீ கடைக்காரனா? கடவுளை எடுத்து கொடுத்து எல்லாம் கொடுக்கணும். ஃபுட்டு கொடுக்கு. சரி தேங்க்ஸ். നമ്മൾ കൊടുത്ത സാരിയാ പിങ്കൊക്കെ. അവർക്ക് അത്ര വൃത്തിയിൽ ആ സാരി ഇരിക്കണല്ലേ. കരിമ്പ് ജ്യൂസ് വേണം. കരിമ്പ് ജ്യൂസ് അവർക്ക് തളർന്നിട്ട് വയ്യ. சாப்பிட்றீங்களா? டிஃபனப்பா டிஃபன் சாப்பிட்றீங்களா? கொட்டை இருக்கண்ணா? ஸோ கொட்டை இல்லைல்ல? இருந்தால் எடுத்து வைங்கண்ணா. നാളേക്ക് വരാം. ചക്കക്കുരു ഉണ്ടോന്ന് ചോദിച്ചതാ. ഇല്ലെന്ന്. കരിമ്പ് ജ്യൂസ് വേണോ? ഇപ്പം 5 എണ്ണം കൂടല്ലേ ഉള്ളൂ. അവിടെ 5 എണ്ണം ഉണ്ട്. വേണേ ഞാനിപ്പോൾ വാങ്ങിച്ചോ. ഞങ്ങളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കട്ടെ കേട്ടോ. കളർന്നിട്ട് വയ്യ. என்னம்மா பொரி சாப்பிட்றீங்க? இட்லி சாப்பிட்றீங்களா? இட்லி வேணுமா? ஐயோ நாராயண் அழகா இருக்குது புடவை. சரி ஒன்று போதுமா? இனி வேணுமா? அண்ணா 2 ஜூஸ் போடுங்கண்ணா. அவங்க கொடுத்தாச்சு. நான் ஒரு ஜூஸ் எவ்வளோ அண்ணா? 20 வாங்கிடுச்சு. ஒரு நாயை வச்சுட்டு இருக்கிற அம்மா தானே கொடுத்தாச்சு. ஒரு நிமிஷம் தம்பி. அம்மா இருக்குது வாங்க. 2 40 രൂപ തന്നെ. മോനെ അവർക്ക് ഭക്ഷണം കൊടുക്കടാ ഈ ചേട്ടൻ. എന്നിട്ട് കഴിക്കണം. இந்தாங்க. யாராவது இருக்கா? இன்னொன்று கொடுக்கவா?
ആ കൊടുക്കല വാങ്ങിക്കോ. ഒരു സെറ്റ് കൂടി. ജീവൻ വെച്ചു സത്യം പറയുകയാണെങ്കിൽ. എങ്ക പോടலாம் ഒരു ഫുഡ് കയറി കൊടുക്കണം. ഒരു ഫുഡ് இதோ வாங்கிக்கோங்க. உங்க பையனுக்கு கொடுத்துருங்க. சரி வரக்கா. അമ്മേ ഇപ്പോഴാണ് ഒരു ജീവൻ വെച്ചതല്ലേ. തണുത്തു ഒന്ന് സത്യം പറയാൻ. പാവം നിങ്ങളൊക്കെ വെച്ച് ഞാൻ കരിമ്പ് ജ്യൂസ് കുടിച്ചല്ലേ. നിവർത്തിയില്ല, നടക്കാനുള്ള ശേഷിയില്ല. അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പ. ഹര ഹരോ ഹര ഹര. സ്കന്ദനുക്ക് ഹരോഹര. வெற்றிவேல் முருகனுக்கு ஹரோஹர. வேலாயுத சுவாமிக்கு ஹரோஹர. தண்டாயுதபாணி வேலாயுத சுவாமிக்கு ஹரோஹர. ഹരഹരോഹര. ഇനി നമ്മൾ ആൾക്കാരെ തേടി നടക്കുക. ഇനി എത്ര എണ്ണം ഉണ്ട്? 5. ഇതിൽ 1 ഉള്ളൂ. അവിടെ 5 സെറ്റ് അല്ലേ. വട്ടപ്പഴനി, ആണ്ടവൻ, തിരുക്കോവിൽ. என்னம்மா கோயிலுக்கு போகலாமா? ഇതെൻ്റെ ഫ്രണ്ട്. ബായ് ചെല്ലോ. குட் நைட். ஆமா பாய் பாய். அம்மாவா பொண்ணாடா தங்கம். இது என்னோட தங்கச்சி. ஆமா. அவளை படிப்பெல்லாம் முடிஞ்சிருச்சு. அவ பசங்க படிச்சுட்டு இருக்காங்க இப்போ. ஆமா. அப்போ நீங்க பெரிய பெரிய ஆள் ஆயிட்டீங்க. ஐயோ இல்லம்மா, இல்ல இல்ல இல்ல. நீங்க அப்படிதான் இருக்கணும். நீங்க பெரிய ஆளா வந்தா நான் உங்ககிட்ட கண்டிப்பா நல்லா இருக்கும். நல்லா வாங்கடா தங்கம். நீங்க எப்போ வருவீங்க தங்கம்? மறுநாள் வரும். நாளைக்கு விட்டு மறுநாள். ரொம்ப தூரம் போக மாட்டா? இல்லம்மா, இங்கதான் பக்கம், மல்சர பக்கம் தான். வரேம்மா, சந்தோஷம். அம்மா வந்து கேரளா. டிகிரி. அவங்க கேரளால. ஆமா. கேரளா பக்கம் கன்னியாகுமரியா? பரவாயில்லம்மா, சாமி இருக்காருல்ல. அவர் என்ன கைவிடல. எனக்கு எல்லாமே சந்தோஷமா இருங்கம்மா. சரியா? பாய். குட் நைட். ஓகே தேங்க்யூ. வரேம்மா. சாப்பிட்டியாம்மா? பாட்டி சாப்பிட்டீங்களா? தேங்க்ஸ் அம்மா. നാളെ വിട്ട് മറുനാൾ വരാം. കുറേ അമ്മമാരുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ. എനിക്ക് എന്നെ കണ്ടാ പഠിക്കുന്ന കുട്ടിയെന്ന് തോന്നുന്നല്ലേ. അയ്യ മൂഞ്ചിയപ്പാரு മുതല. ഇവിടെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് മദേഴ്സ്. ആ അമ്മമാരുടെ ഒരു കൂട്ടമുണ്ട് ഇവിടെ. നന്നായി പഠിച്ചോ നീ? സാപ്പിട്ടീங்களா താത്താ? ഇനി വേണമാ? പോതുമാ. എല്ലാവരും കഴിച്ചോ എന്ന് ചോദിച്ചു. എല്ലാവരും കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. அண்ணா இன்னும் ஒரு 5 இருக்குல்ல. இதில் 1 6 இருக்கு. போகிற வழியில் கொடுத்துட்டு போகலாமா? ഹരേ കൃഷ്ണ നാരായണ. കുറേ അമ്മമാരുണ്ട്, ഇഷ്ടം പോലെ അമ്മമാർ. ഇവരൊക്കെ ഞാനിങ്ങനെ വന്ന് ഫുഡൊക്കെ കൊടുത്ത്, മഞ്ജരീസ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കത് കുറച്ചും കൂടെ വിപുലീകരിച്ച് ചെയ്യാൻ സാധിച്ചു.
ആ അമ്മമാരുടെ ഒക്കെ സ്നേഹം മതിയപ്പോൾ നമുക്കൊക്കെ മുന്നോട്ട് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാൻ, സ്വസ്ഥമായി ജീവിക്കാൻ. ഒന്നിനും ടെൻഷനാവേണ്ട കാര്യമില്ല. അവരുടെ വിശപ്പ് മാറിയിട്ട് അവർക്ക് ആശ്വാസം കിട്ടുന്നത് പോലെ അന്നദാനം കൊടുക്കുന്ന എല്ലാവരുടെ വിശപ്പും മാറി പ്രയാസങ്ങളും മാറി ഭഗവാൻ ആശ്വാസം നൽകും. അത് ഉറപ്പാ. ഏതാ ഒരു വിദ്യാർത്ഥി കൂടെ 39 വയസ്സായ ഒരു വിദ്യാർത്ഥിയാണ്. മോളെയും കല്യാണം കഴിച്ചു, മോളും പഠിക്കുന്നു, 2 ആൺപിള്ളേരും പഠിക്കുന്നു. உன்னை பார்த்தா அவங்களுக்கு அப்படிதான் தெரியுதா? எந்த தெரியும்? உன் மூஞ்சியை பார்த்தா நீ ஒரு ஸ்டூடெண்ட்னு தெரியுதா அவங்களுக்கு? சரி, நாளையிலேருந்து புடவை வெட்டிட்டு வாமா. ஏன்னா നിന്നെ കണ്ട വിദ്യാർത്ഥിനെ പോലെയാണ് ഇരിക്കണേ. നാളെ സാരി കൊണ്ടുവരാൻ പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് ഇത് ഭയങ്കര നിർബന്ധം. ലൈവ് ഇട്ട് അന്നദാനം കൊടുക്കണം. ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അന്നദാനം കൊടുക്കണം. പിന്നെ പറയാ വീട്ടിൽ വിളിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പട്ടിണിയായിരുന്നു. വിജയുടെ അമ്മയും കുഴപ്പമില്ല, ഇപ്പം മെഡിസിനൊക്കെ കഴിക്കുന്നത്. ഇല്ല ഇല്ല, കോട്ടയത്ത്. നമ്മളതിലൊരു 6 കൊടുത്തേ 91 പേരുടെ ഭക്ഷണം നമ്മൾ തരും. ചർമ്മം കണ്ട പ്രായം തോന്നില്ലെന്ന്. അതാണ്. അതോ ഒരപ്പ വരാങ്ക പറഞ്ഞു அவங்க வேணுமா தெரியலையே. அப்பா டிஃபன் சாப்பிடுறீங்களாப்பா? வாங்க வாங்க, இந்தாங்க. ஒன்று போதுமா? 3 ഇഡ്ഡലി தான் இருக்கு, போதுமா? ശരി ശരി ശരി. ആ ചെറിയ പാക്കറ്റിൽ 3 ഇഡ്ഡലി ഉള്ളൂ ലാസ്റ്റത്തേല്. ബാക്കിയൊക്കെ 5. ലാസ്റ്റത്തെ ഒരു 3 അതിൽ ഇതിലില്ല. അത് കഴിഞ്ഞാൽ പിന്നീനെടുക്കും. பாட்டி பாட்டி வாங்க சாப்பிடலாம். டிஃபன் வாங்கிக்கோங்க. இந்தாங்க வெள்ளம் உண்டு. ഇനി എത്ര ഉണ്ട്? 5 എണ്ണം. അതിലുണ്ട് 4 എണ്ണം നോക്കണം. ആ ഒരു താത്ത ഒരു ബസ്. ടിഫിൻ സാപ്പിട്றீங்களா? നെറ്റ് കിട്ടുന്നില്ല. ആ സന്തൂർ ബേബിയാണ്. നാളെ മുതൽ ഞാൻ അവളെ ഹമാമിൽ കൊടുക്കും തേച്ച് വരച്ച് കഴുകാൻ. സന്തൂർ മമ്മിയാണ്. ആ ഇനി നിനക്ക് സന്തൂർ സോപ്പൊന്നുമില്ല. നീ മര്യാദക്ക് മറ്റേ ലൈബോയ് എടുത്തിട്ട് തേച്ച് കുളിച്ചോളാം. ആ അല്ലെങ്കിൽ അവിടെ ആ അലക്കുന്ന സോപ്പുണ്ട്, അതിട്ട് കുളിച്ചാൽ മതി. ആഹാ അല്ലേ? ആ കടലമാവ് നിനക്ക് കടലമാവ് ഞാൻ മേലേക്കാൻ മേടിച്ച ചിലക്ക് കിട്ടും എന്നോട്. ചെറുപയറും കടലമാവൊന്നും നിനക്ക് മേലെ തേച്ച് കുളിക്കാൻ ഞാൻ തരൂല. നോക്കണേ, നമ്മള് തിന്നാൻ മേടിച്ച ചളിയനെടുത്ത് തിന്നാം. அக்கா டிஃபன் சாப்பிட்றீங்களா? டிஃபன் டிஃபன் இட்லி இட்லி. ஹலோ, எங்க போனீங்க? நேத்தெல்லாம் உங்களை தேடி நடந்தேன் நான் புடவை கொடுக்கறதுக்கு. இல்ல இருக்கு, கையில் இருக்கு, நாளைக்கு எடுத்துட்டு வரேன். என்ன பேண்ட் ஷர்ட் எல்லாம் போட்டிருக்கீங்க? யாரு கொடுத்தாங்க? அது என்னது? அது விசிலா? எதுக்கு? ஆனா அழகா இருக்கு. ஆ அப்படியே சூப்பரா இருக்கு பேண்ட் ஷர்ட் போட்டுட்டு. சரியா? பாய் செல்லம். சரி பாய். ഹരേ കൃഷ്ണ. അതും എൻ്റെ ഒരു ഫ്രണ്ടാ. അതും നമ്മളെ ഫ്രണ്ടാ. ഇവരൊക്കെ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. നീ എത്ര എണ്ണം ഉണ്ട്? 91 എണ്ണം. 90 എണ്ണം കൊടുത്തു.
ഇനി ഒരെണ്ണം കൂടി കൊടുത്താൽ 91 അത് കഴിഞ്ഞു. അതെ, സന്തോഷമായില്ലേ? നമ്മൾ 91 പേരുടെ ഭക്ഷണം കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 100 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ എന്തെല്ലാം പ്രിപ്പറേഷൻ നടത്തും. പൊന്നേ, നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 91 പേരുടെ ഭക്ഷണം ഉണ്ടാക്കി പാക്കും ചെയ്ത് റോഡിലെത്തിച്ച് അങ്ങോട്ട് കൊടുക്കണത്. അവരൊക്കെ പാവങ്ങളാണേ, ആരുമില്ലാത്തവർ. നമ്മളെപ്പോലുള്ളവരാണ് അവർക്കൊരാശ്രയം. അതുകൊണ്ട് നമ്മൾ കൊടുക്കും. നമ്മുടെ മക്കൾക്ക് നന്മ വരട്ടെ. നമുക്കൊന്നും വേണ്ട, നമ്മുടെ മക്കൾ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. ആരുടെ മക്കളായിരിക്കും ശരി, എൻ്റെ മോനായിരിക്കും, നിങ്ങളുടെ മക്കളായിരിക്കും. മക്കളെന്നും മക്കളാണ്. അവർ ആരോഗ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം, കൃഷ്ണാവബോധത്തോടെ ഇരിക്കണം. അത്രയേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ടോ? ആ ഒരു ഭക്ഷണത്തിന് അർഹതപ്പെട്ടതാരാണ്? കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, മഹാദേവ, രക്ഷിക്കണ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? അവർ കാത്തുക്കാകോ കണ്ടിരിക്കാമേ. ഇനി ഒരാളെയും കൂടി തപ്പി കണ്ടുപിടിക്കണേ. നമ്മൾക്കല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനിതിലൊന്നുമല്ല, ഒരു 0 ആണ്. പാവങ്ങളായ നിങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്ന് ഓരോ 100 രൂപ 500 രൂപ 1000 ഒക്കെ തന്നിട്ടാണ് നമ്മൾ ഈ അന്നദാനങ്ങൾ നടത്തുന്നത്. ഭഗവാനോടും നിങ്ങളോടും ഞാൻ അത്രയും കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇത്രയും നല്ലൊരു സേവനം ചെയ്യാനുള്ളൊരു അവസരം തന്നത്. അത് നിങ്ങൾ ഫുഡ് കൊടുക്കണം മാതാജി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ടാക്കുന്നത് ഭഗവാനല്ലേ. നിങ്ങളോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഹൈജീനിക് ഫുഡായിരിക്കും. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലും വാട്ടർ ബോട്ടിലിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ചെയ്യില്ല. വെൽ ക്ലീൻ ആയിട്ടുള്ള ഫുഡേ കൊടുക്കും. ഹലോ, സാറേ, ഞാനിപ്പോൾ ലൈവിലാണ് സാറേ. എന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാറ് വിളിക്കാമോ? എത്ര പേരാ വരണേ? സിംഗിൾ റൂം ഉണ്ട് സാർ. ഞാനിപ്പോൾ വണ്ടിയിലാണ്, അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുക സ്ട്രീറ്റിൽ. അത് കഴിഞ്ഞിട്ട് സാറിനെ ഞാൻ തിരിച്ച് വിളിക്കാം. ഞാൻ വിളിക്കാം സാറിന്, ഈ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കാം കേട്ടോ. അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. നമ്മള് നല്ല ഇഡ്ലിയുടെ അരി, നല്ല വില കൂടിയ ഇഡ്ലിയുടെ അരിയാണ് നമ്മൾ മേടിക്കുന്നത്. ഇഡ്ലി അരി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ എത്തിക്കും. ഇഡലിപ്പൊന്നി. അത് നമ്മൾ വാങ്ങിച്ച് കഴുകി ഉണക്കി ഉഴുന്നൊക്കെ ഇട്ട് അരച്ചെടുത്ത് കൊണ്ടുവരും. തീർച്ചയായിട്ടും ചെന്നൈയിൽ വന്നിട്ട് എന്നെയും കിച്ചൂട്ടനെയൊക്കെ കാണാലോ. ഞാനിപ്പോൾ ഈ മാസം ഒന്ന് ഗുരുവായൂർ വരും. ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ഒരു മാസമായി. അവരങ്ങനെ രാത്രിയാണ് അവരുടെ സഞ്ചാരം, രാത്രിയാണ് അവരുടെ യാത്രകൾ. ആരെയിലുണ്ടോ നോക്കട്ടെ, ആരെയും കാണുന്നില്ല.
അമരാവതി ചെക്ക് കണ്ടോ. നിങ്ങൾക്കൊന്നും ബോറടിക്കുന്നില്ലല്ലോ അല്ലേ? അവിടെ അറിയില്ലുണ്ട്. വരൂ വരൂ മാതാജി, എല്ലാവർക്കും സ്വാഗതം. ആയി വരുന്നു, ഓക്കെ ആയി വരുന്നു. அண்ணா உங்களுக்கு பசிக்குதான்னு கேக்குதாண்ணா? லைவ்ல ஆட்டோ அண்ணனுக்கு பசிக்குதான்னு കേൾക്കുறாங்க. ആ പാവാണ് അണ്ണൻ. അദ്ദേഹം നമുക്ക് വേണ്ടി നമ്മളെ കൂടെ വന്ന് എല്ലാ ഹെൽപ്പും ചെയ്തു. ഒരു മുഖം കറുത്തൊന്നും പറയില്ല, ഒരു വരാൻ പറ്റൂല എന്ന് പറയില്ല. നമ്മളെ കൂടെ എങ്ങനെ ഉണ്ടാവും. മിതമായിട്ട് കൂലി മേടിക്കില്ല. മാക്സിമം ഒരു 500-600 അത്രയും ഓടിയാൽ അങ്ങനെയാണ് ആൾ വാങ്ങിക്കുന്നത്. വേറുള്ളവരാണെങ്കിൽ 800, 900, 1000. ആ ഒരു ഫുഡിന് വിച്ചൂട്ട ആരെങ്കിലും കാണിച്ചൊരു വിച്ചൂട്ട, വലിയ വിച്ചൂട്ട എടുക്കണം. ആരെങ്കിലും കാണിച്ചു തരും. ഇത് ഒരമ്മ, അങ്ങനെ ഒരമ്മ പിന്നാടിയാണ്. ഒരു പിന്നാടി ഒരു അമ്മ കണ്ടിരിക്കാங்க. ഒരു നീലപ്പടവ വെട്ടിക്കിട്ട് சரி 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 கூப்பிடுறாரு. வண்டி வந்து கூப்பிடுறீங்க. பின்னாடி கொஞ்சம் பின்னாடி போனாரு. அந்த மரத்தாண்ட கீழே ஒரு இது ப்ளூ கலர் புடவை வெட்டிக்கிட்டு ஒரு அம்மா இருக்காங்க. லெஃப்ட் சைட்லேயே இருக்கு. എൻ്റെ സന്ധിക്കാണ് എൻ്റെ ഫോൺ അടിക്കുന്നത്. വരുന്നിട്ട് ഫോൺ പറയും ലൈവിലങ്ങ് ലൈവിനാണല്ലോ അന്നദാനം കൊടുക്കുന്നതല്ല. അവിടെ അങ്ങ് പറഞ്ഞു ഇപ്പോഴാണല്ലോ ഞാനൊരു അമ്മ അവിടെ ഒരു നീല സാരി കൊടുത്തിരിക്കുന്നത് കണ്ടത്. എവിടെ കണ്ടാണ്. അതുകൊണ്ട് കൊടുക്കും. വേണോ? കഴിക്കുമോ? അത് അവരത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരെന്തോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും നോക്കട്ടെ വേറെ ആരെങ്കിലും ചൂട്ടാ. ഈ ഒരു ഭക്ഷണത്തിന് അർഹതപ്പെട്ട ആളിനെ കാണിച്ചു തരും. ഈ ചൂട്ടാ വൈകിക്കാതെ.
കൊടുത്തു അല്ലേ? നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ആ ഒരാളെ തപ്പിയെടുക്കട്ടെ. ഇവിടെ രാവും പകലൊന്നുമില്ല, 24 മണിക്കൂർ ഹോണും ലൈറ്റും തന്നെ. அப்பா அப்பா அவங்க அங்கே இருக்கிற இது டிஃபன் சாப்பிட்றீங்களா? டிஃபன் இட்லி சாப்பிட்றீங்களா? சரி. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണം. എവിടെ? ആ இந்த பாட்டிகிட்ட கேட்டு பார்ப்போம். பாட்டி பாட்டி டிஃபன் சாப்பிட்றீங்களா? பாட்டி டிஃபன் சாப்பிட்றீங்களா? ഇനി ആരാളെ? ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകതയാണ്, വിശപ്പില്ലേ ഭക്ഷണം വാങ്ങൂല, കഴിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങില്ല, അവരെ കയ്യിലുണ്ടെങ്കിൽ അവർ വാങ്ങില്ല, വേസ്റ്റേ ഇല്ല അവർ. ആരായിരിക്കും ഈ ഒരു ഭക്ഷണത്തിൻ്റെ ആള് അല്ലേ? ആ വേഗം കാണിക്കുക ചൂടാ. സത്യം ചൂടാ. പക്ഷെ നമുക്കവിടെ ചോറ് കംപ്ലൈൻ്റ് ആയി. ദോ പാട്ടി 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 டிஃபன் வாங்கிக்கோங்க, இட்லியும் தண்ணி வாங்கிக்கோ. இட்லி இட்லி சாப்பிட்டுக்கோ. കറക്റ്റ്. ആ ഒരാളെ കൊടുത്തു. നമുക്കവിടെ കഴിക്കാൻ ചോറില്ല, ദോശമാവും ഇല്ല. നമുക്ക് ഇത്തിരി ചെറുപയർ പുഴുങ്ങാം അല്ലേ? ചെറുപയർ പുഴുങ്ങി പപ്പടവും വെച്ച് കണ്ണിമാങ്ങ അച്ചാറും വെച്ച് ഒരു പിടുത്തങ്ങൾ പിടിക്കുക, അത് മതി. ചോറ് ഇനി നാളെ വയ്ക്കാം. ഇപ്പം ചോറുണ്ടാക്കാനൊക്കെ മടിയായി, ചപ്പാത്തി ഉണ്ടാക്കാനും ചോറില്ല. ഒരു കാര്യം ചെയ്യും, ചെറുപയർ പുഴുങ്ങിയതും നല്ല ഇസ്കോൺ കാപ്പിയും കണ്ണിമാങ്ങ അച്ചാറും പപ്പടവും പോതും. ഇന്നത്തെ കാര്യം കഴിഞ്ഞു. രാത്രി നാളെ രാവിലെ ഉച്ചയ്ക്ക് മധുരമായിട്ട് മതി. മധുരം വേണം. മധുരല്ലേ? കുറയാൻ പാടില്ലല്ലോ മധുരം. ശരി, നമുക്ക് മധുരം മതിയെന്ന്. മധുരം കുറയാൻ പാടില്ലെന്ന് അപ്പോൾ കൊടുക്കാൻ മധുരം. നന്നായിട്ട് കുട്ടിക്കും. ഇനി വയ്യമ്മ ദോശ ഉണ്ടാക്കാൻ. ഞാൻ അടുക്കളയിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് എൻ്റെ ഡ്രസ്സ് മൊത്തം ദോശമാവാ. ഇനി എനിക്ക് ദോശ ഉണ്ടാക്കാൻ വയ്യ. ഞാൻ വേഗം പോയി ചെറുപയർ പുഴുങ്ങിയിട്ട് ഒറ്റ കിടത്തം കിടക്കും. എനിക്ക് മടിയാ. നാളെ മോന് ദോശ വേണം. അത് രാവിലെ ലക്ഷ്മി ആൻറ്റിയുടെ കയ്യിൽ മാവ് ഉണ്ടാക്കി വെച്ചത്, അത് വാങ്ങി അവന് ദോശ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ മറ്റന്നാളത്തേക്കുള്ള മാവ് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് മാവ് അധികം അരച്ച് വെക്കും. അവൻ ഈ തമിഴ് ഫുഡിൻ്റെ ആളാണ്. ദോശ ഇഡ്ഡലി. അവൻ പറയും മമ്മി ആ പനീറൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് മുരിഞ്ഞ ദോശ ഉണ്ടാക്കില്ലേ, ഭയങ്കര ടേസ്റ്റ്. എനിക്കത് വേണം. അതാണ് അറിയാൻ. നാളെ രാവിലെ വന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. പച്ചക്കറിയൊന്നുമില്ല, പച്ചക്കറി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് നാളെ കാണാം, രാവിലെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ. എല്ലാവരും സന്തോഷമായി സമാധാനമായി കിടന്നുറങ്ങാം. ഭഗവാനെ പ്രാർത്ഥിച്ച് ജപിച്ച് സുഖരാത്രി, ശുഭനിദ്ര. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.